രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ പറയുന്നത്? രക്ഷാപ്രവർത്തനം ഇപ്പോൾ നമുക്ക് ഒരു രാവിലെ 10-11 മണിക്ക് ശേഷം നല്ല രീതിയിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. എങ്കിലും ചില ഉൾഭാഗങ്ങൾ എത്തിപ്പെടേണ്ടത് ചൂരമല മാത്രം നമ്മൾ ബേസ് ചെയ്ത് തെരച്ചിൽ നടത്തിയപ്പോൾ ഇങ്ങനത്തെ ഇത് ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതുപോലത്തെ ഉൾപ്രദേശങ്ങൾ വന്നിട്ട് കുറച്ചും കൂടി രക്ഷാപ്രവർത്തനം നടത്തണം. രാവിലെ നമ്മൾ ഉദ്ദേശിച്ച് വന്നത് ഒരു 4 ബോഡി കിട്ടുന്ന ഉദ്ദേശിച്ചത്, പക്ഷേ 21ഓളം ബോഡികളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് നാളെ കുറേ മിഷനറി സാധനം കൊടുത്താലും മറ്റുള്ള ബോഡികളും കാര്യങ്ങളും നമുക്ക് കിട്ടാനുള്ള സാഹചര്യമുള്ളൂ. ഇനിയിപ്പോൾ എത്ര മണി വരെ എത്രയുള്ള സാധ്യതയാണ് ഈ മഴയും ഇതൊക്കെ ഉള്ള സാഹചര്യം? നമുക്ക് കാലാവസ്ഥൻ്റെ ഒരു അനുകൂല ഘടകം വന്നാൽ മാത്രമേ തന്നെ നമുക്ക് മറ്റുള്ള തെരച്ചിലും കാര്യങ്ങളും നടത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തെരച്ചിലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം നമുക്കിപ്പോൾ തന്നെ മഴയും കാര്യങ്ങളും വരുന്നുണ്ട്. വീണ്ടും ഒരു അപകടത്തിലേക്ക് വരാത്ത രീതിയിൽ തന്നെ നമ്മളത് മുന്നോട്ട് പോകണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഭൂഘടന, ഇതൊരു ചെറിയ തോടാണ് അല്ലേ? ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു തോടാണ്. വലിയൊരു പുഴ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പുഞ്ചിരിമട്ടം നമുക്ക് ഇടിഞ്ഞു വെള്ളരിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വൻ ഇടിച്ചിൽ വന്നിരിക്കുന്നത്. അവിടെ ഏകദേശം ഒരു വാർഡൻ, മുണ്ടക്കായി പറഞ്ഞ വാർഡൻ ഇല്ലാണ്ടായിട്ടുണ്ട്. ചൂരമല ഒരു വാർഡിൻ്റെ ഒരു 105ഓളം വീടുകളുള്ള ഒരു കുടുംബത്തിൽ ഭാഗ്യമായിട്ട് വീടുകൾ മാത്രമേ ഉള്ളൂ. അതിനുശേഷമാണ് ഈ പറയുന്ന എൻ്റെ വാർഡായ 8-മല ഭാഗത്ത് വന്നിരിക്കുന്നത്. അവിടെയും ഈ പറഞ്ഞ കുറേ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 10ഓളം വീടുകൾ വെള്ളത്തിൻ്റെ അടിയിലായിട്ടുണ്ട്, മരത്തിൻ്റെ മേലുണ്ട്, ലയങ്ങൾ പോയിട്ടുണ്ട്. കുറേ പേര് കാണാനില്ല. ഇപ്പോഴും എത്ര പേരാണ് നമുക്ക് ഊഹിക്കാൻ കഴിയില്ല. അതിരെ ഭയങ്കര ഭയാനകമാണ്. ഇതിനെപ്പറ്റി ഭയാനകമായ സാഹചര്യം തന്നെയാണ് അവിടെ, തർക്കമില്ല കാര്യത്തിൽ. ഷബീർ കൂടിയുണ്ട് നമുക്ക്. ഷബീർ, ഇപ്പോൾ ഒരു ഹെലികോപ്റ്റർ നമുക്ക് ദൃശ്യമാവുന്നുണ്ട്. ഹെലികോപ്റ്റർ എത്തുന്നത് ഏത് മേഖലയിലേക്കാണ് എത്തുന്നത്? അവരുടെ ദൗത്യം എങ്ങനെയായിരിക്കും? അതായത് ഇപ്പോൾ വലിയ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം അത് തന്നെയാണ്. ഹെലികോപ്റ്റർ എത്തിയിട്ടുണ്ട്. പക്ഷേ ഹെലികോപ്റ്റർ എവിടെ ഇറങ്ങുമെന്ന കാര്യത്തിലൊന്നും നമുക്കൊരു വിവരം ഇവിടെ നിന്നും ലഭിക്കുന്നില്ല. കാരണം ഹെലികോപ്റ്റർ ഇപ്പോൾ പോകുന്നത് പുത്തുമല, ഹെലികോപ്റ്റർ ഇപ്പോൾ പോകുന്നത് ഇപ്പോൾ നമ്മുടെ മുണ്ടക്കൈ ഭാഗത്തേക്ക് തന്നെയാണ്. പക്ഷെ അവിടെ ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള ഒരു സാഹചര്യവും ഒക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. പക്ഷേ എങ്കിൽ പോലും റോപ്പ് വഴി എയർലിഫ്റ്റിംഗ് സാധ്യമാകുമോ എന്നുള്ള ഘടകങ്ങളൊക്കെയാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് എന്നാണ് സൈന്യവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ അതോടൊപ്പം തന്നെ കൂടുതൽ പ്രതീക്ഷ നൽകുന്ന മറ്റൊരു ഘടകം സൈന്യത്തിന്റെ കൂടുതൽ യൂണിറ്റുകൾ, റെജിമെന്റുകൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 3-4 സൈനിക യൂണിറ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഈ കവുങ്ങുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു താൽക്കാലിക പാലം നിർമ്മിക്കാനുള്ള ഒരു ശ്രമം, അതിന്റെ ഭാഗമായി ഈ പരിസരത്തൊക്കെയുള്ള പറമ്പുകളിൽ നിന്നും കവുങ്ങുകൾ, അതായത് ഈ കവുങ്ങ് മരങ്ങൾ മുറിക്കുന്ന ഒരു ജോലി ഇപ്പോൾ ഈ ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അനുമാനിക്കുന്നത് ആ കവുങ്ങുകൾ മുറിച്ചുകൊണ്ട് ഈ പുഴയ്ക്ക് കുറുകെ ഒരു താൽക്കാലിക പാലം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് NDRFന്റെയും സൈന്യത്തിന്റെയും നേതൃത്വത്തിൽ നടക്കുന്നത് എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അതും ഒരു വലിയ പോസിറ്റീവ് ഘടകം തന്നെയാണ്. അതിലൂടെ നമുക്ക് അപ്പുറത്ത് കടന്ന് കൂടുതൽ ആളുകളെ ഇപ്പുറത്ത് എത്തിക്കാനുള്ള ഒരു ശ്രമമൊക്കെ അതിലൂടെ സാധ്യമാകുമെന്നാണ് കരുതുന്നത്. പക്ഷേ വില്ലനാവുന്നത് വീണ്ടും മഴയാണ്. മഴ വീണ്ടും ശക്തി ആർജിച്ച് വരികയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന കോടമഞ്ഞിന്റെ ഒരു ബുദ്ധിമുട്ട് അതിപ്പോൾ നീങ്ങിയിട്ടുണ്ട്. എന്നാൽ പോലും രാത്രിയാവുന്നതോടുകൂടി കൂടുതൽ വെളിച്ചത്തിന്റെ പ്രശ്നമുണ്ട്. വെളിച്ചമില്ലാത്തത് എത്രത്തോളം? ഈ മുണ്ടക്കൈ ഭാഗത്തൊന്നും തീരെ ഇപ്പോൾ വൈദ്യുതി ഇല്ല, പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളൊക്കെ ഇപ്പോൾ രാത്രിയാവുന്നതോടുകൂടി കൂടുതൽ പാനിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതൊക്കെ ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ മന്ത്രി കെ രാജനും ഇപ്പോൾ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവരിപ്പോൾ നമ്മുടെ ഈ സന്നദ്ധ പ്രവർത്തകരുമായി, ഗവൺമെന്റ് യൂണിറ്റുകളുമായി, പോലീസുമായും സൈന്യവുമായൊക്കെ അവർ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രി റിയാസിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ ഒരു കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത്. ആ കൺട്രോൾ റൂമിൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു. ആ ചർച്ചയ്ക്ക് ശേഷം നമുക്ക് ഏതായാലും ഇത് രാത്രി തുടരുമോ അതോ താൽക്കാലികമായി ഈ തെരച്ചിൽ നിർത്തിവെക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു അല്പസമയം കഴിഞ്ഞ് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. ഏതായാലും എയർലിഫ്റ്റിംഗ് സാധ്യമാണോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അവരിപ്പോൾ ഈ ഹെലികോപ്റ്റർ ഇപ്പോൾ നമ്മുടെ ഈ ദുരന്ത ഭൂമിക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുന്നുണ്ട്. അവര് ഈ ഒരു പ്രദേശം നിരീക്ഷിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ പ്രദേശത്തിന്റെ ഒരു ഘടന അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഹെലികോപ്റ്ററുകൾ എത്തിച്ചുകൊണ്ട് ഏത് രീതിയിൽ എയർലിഫ്റ്റിംഗ് സാധ്യമാകുമെന്നൊക്കെ തന്നെയാണ് അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ അവിടുന്ന് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട്